കൊല്ലം. ഈ സ്ഥലപ്പേര് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരാറുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന തമാശകളും ട്രോളുകളും തന്നെയാണ് അതിന് കാരണം. ലേസിനടി, ഐസ്ക്രീമിനടി, കപ്പലണ്ടിക്കടി, പിന്നെ കൊല്ലത്തിൻ്റെതല്ലാന്നറിഞ്ഞിട്ടും കൊല്ലത്തിന്റെ തലയിൽ കെട്ടിവെച്ച പപ്പടത്തിൻ്റെ അടി. നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിടുന്ന ആളുകൾ ഉള്ള നാട് എന്നൊരു ലേബൽ കൊല്ലത്തിനുണ്ട്. വീട് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ കൊല്ലത്താ എന്ന് മറുപടി പറഞ്ഞാൽ അടുത്ത ചോദ്യം വരും, അയ്യോ അവിടെയല്ലേ ലേസിന് വേണ്ടിയൊക്കെ അടിയിടുന്നത്, അവിടെയുള്ളവരെല്ലാവരും അങ്ങനെയാണോ? ചോദ്യങ്ങൾ പലതാണ്, പക്ഷേ പരിഹാസത്തിന്റെ ഈണമെല്ലാം ഏകദേശം ഒന്നാണ്. എന്നാൽ ഒരു കൊല്ലംകാരി എന്ന നിലയിൽ തികഞ്ഞ അഭിമാനത്തോടെ നെഞ്ചുറപ്പോടെ പറയാൻ കഴിയും, അതല്ല യഥാർത്ഥ കൊല്ലം. സ്നേഹിച്ചാൽ നെഞ്ചോട് ചേർത്ത് നിർത്താനും തെറ്റ് കണ്ടാൽ അതിനെതിരെ ഉറച്ചു നിൽക്കാനും മടിയില്ലാത്ത നിഷ്കളങ്കരായ മനുഷ്യരുള്ളൊരു നാടാണ്. കേരളത്തിലെ മറ്റേതൊരു ജില്ലയിലെയും പോലെ സാധാരണക്കാരുള്ള ഒരു മനുഷ്യരുള്ള ഇടം. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ വലിയ വാർത്തയായി മാറ്റാനും ആ വാർത്തകളിൽ കൊല്ലം എന്ന് ബോൾഡ് അക്ഷരത്തിൽ വലുതായിട്ട് എഴുതി വെച്ച് ആനന്ദം കണ്ടെത്താനും പലർക്കും പ്രത്യേക താല്പര്യമുണ്ട്. എന്നാൽ ഇതേ സംഭവങ്ങൾ മറ്റു പല ജില്ലകളിൽ നടക്കുമ്പോൾ അത് കേവലം ഒരു വാർത്ത മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും കൊല്ലം ഹീറോ പരിവേഷത്തിലാണ്. ശക്തമായ മഴയിൽ നദികൾ കരകവിഞ്ഞ് ഒഴുകി ഗ്രാമങ്ങളിലും നഗരങ്ങളും വെള്ളത്തിനടിയിലായപ്പോൾ, അവിടുത്തെ മനുഷ്യരുടെ ജീവൻ അപകടത്തിലായപ്പോൾ കൊല്ലത്തെ ആളുകൾ, പ്രത്യേകിച്ച് അവിടുത്തെ ധീരന്മാരായ മത്സ്യത്തൊഴിലാളികൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ അവിടേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സ്വന്തം വീടുകളോ നാടോ വെള്ളപ്പൊക്ക ഭീഷണിയിലായിട്ടല്ല അവർ അവിടുന്ന് ഇറങ്ങിയത്. നമുക്കറിയാം, കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ തെക്കൻ ജില്ലകളെ പ്രളയം അത്രത്തോളം ബാധിച്ചിട്ടില്ല. പത്തനംതിട്ടയിലും ആറന്മുളയിലും റാന്നിയിലും വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങി കഴിയുന്ന മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ അവർ ഇറങ്ങിത്തിരിച്ചത് ആരുടെയും അപേക്ഷയോ ഉത്തരവോ കാത്തുനിന്നല്ല. തങ്ങളുടെ ജീവനോപാധിയായ വലിയ കടൽവള്ളങ്ങളും ലോറികളിൽ കയറ്റി കിലോമീറ്ററുകളോളം താണ്ടി ആ പ്രളയജലത്തിലേക്ക് അവർ ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ജീവൻ പോലും പൊലിയരുത് എന്ന്. കൊല്ലത്ത് നിന്ന് ബോട്ടുകളുമായി രക്ഷാപ്രവർത്തകർ തിരിച്ചുവെന്ന വാർത്ത വന്നെത്തിയത് ആയിരങ്ങളുടെ മനുഷ്യരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു ഉത്തരമായിട്ടായിരുന്നു. നാളെ ഈ പ്രളയഭീതിയെല്ലാം മുടങ്ങി കാര്യങ്ങളെല്ലാം സാധാരണ നിലയിലാകുമ്പോൾ വീണ്ടും കൊല്ലം ട്രോളുകൾ നിറയുമായിരിക്കും. പക്ഷെ അതൊന്നും ഓർക്കാതെ, സ്വന്തം സുരക്ഷ പോലും നോക്കാതെ അന്യന്റെ ജീവൻ രക്ഷിക്കാൻ പാഞ്ഞെത്തുന്ന മനുഷ്യരുണ്ടല്ലോ, അതാണ് യഥാർത്ഥ കൊല്ലത്തെ മനുഷ്യർ. ചിലർ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ പറയുന്നത് കണ്ടിട്ടുണ്ട്, കൊല്ലത്തെ കേരളത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ എടുത്ത് കളയണമെന്ന്. എന്നാൽ കൊല്ലത്തെക്കുറിച്ചൊരു പഴഞ്ചൊല്ല് അവർ ഓർക്കുന്നത് നല്ലതാണ്, കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട. ഈ പഴമൊഴി വെറുതെ ഉണ്ടായതല്ല. അറബിക്കടലിന്റെ താളവും അഷ്ടമുടിക്കായലിന്റെ ഓളങ്ങളും തെന്മരക്കാടുകളുടെ പച്ചപ്പും ജടായപ്പാറയുടെ പ്രൗഢിയും മൺട്രോതുരത്തിന്റെ ശാന്തതയും തങ്കശ്ശേരി ലൈറ്റ് ഹൗസിന്റെ ഗാംഭീര്യവും ചേർന്ന പ്രകൃതിയുടെ അത്ഭുതമാണ് കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര തുറമുഖങ്ങളിൽ ഒന്നായിരുന്ന ഈ നാടിന് നൂറ്റാണ്ടുകളുടെ വ്യാപാരത്തിന്റെ കഥ പറയാനുണ്ട്. എന്നാൽ ഇവിടുത്തെ ഭൂപ്രകൃതിയേക്കാൾ മനോഹരമാണ് ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സ്. പ്രകൃതി ദുരന്തങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴൊക്കെ കൊല്ലം കാണിക്കുന്ന ഒരു പ്രത്യേക മുഖമുണ്ട്. ദുരന്തങ്ങൾ മനുഷ്യരെ ഭയപ്പെടുത്തുമ്പോൾ കൊല്ലക്കാരെ അത് കൂടുതൽ ഒന്നിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2018 മഹാപ്രളയം കേരളം ഒരിക്കലും മറക്കില്ല. അന്ന് നാട് മുഴുവൻ മുങ്ങിത്താഴുന്നപ്പോൾ മരണത്തിന്റെ വക്കിൽ നിന്ന് ആയിരങ്ങളെ കരകയറ്റിയത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളായിരുന്നു. അന്ന് കടലിന്റെ മക്കൾ മാത്രമല്ല രക്ഷകരായി മാറിയത്. കയ്യിൽ കിട്ടിയ ട്യൂബുകളും ചെറിയ വള്ളങ്ങളും ട്രാക്ടറുകളും JCBകളും വരെ ഉപയോഗിച്ച് നാടെവിടെയുമുള്ള ചെറുപ്പക്കാർ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രാപ്പകലില്ലാതെ ഭക്ഷണം പാകം ചെയ്ത് അമ്മമാർ, തങ്ങളുടെ വീടുകൾ അഭയാർത്ഥികൾക്കായി തുറന്നുകൊടുത്ത സാധാരണക്കാർ, കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ സഹായനിധിയിലേക്ക് നൽകിയ കുട്ടികൾ, ഇവരെയെല്ലാം കൂടിയിണക്കിയ ഒരു വികാരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, മനുഷ്യത്വം. അന്ന് കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത്. എവിടെയെങ്കിലും വെള്ളം കയറിയെന്നോ ആളുകൾ കുടുങ്ങിയെന്നോ ഒരു വാർത്ത വന്നാൽ ആദ്യം എത്തുന്നത് സർക്കാർ സംവിധാനങ്ങൾ മാത്രമല്ല, തൊട്ടടുത്ത വീട്ടിലെ ചെറുപ്പക്കാരും നാട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും റെസിഡൻസ് അസോസിയേഷനുകളും ക്ലബ്ബുകളും ഓട്ടോറിക്ഷ തൊഴിലാളികളും അതേപോലുള്ള സാധാരണക്കാരാണ്. ആരാണ്, ഏതു പാർട്ടി, ഏതു മതം, ഏത് ജാതി, ഇതൊന്നും നോക്കിയല്ല രക്ഷിക്കാനായി അവർ ഓടിയെത്തുന്നത്. ആദ്യം ആ മനുഷ്യരെ രക്ഷിക്കണം എന്ന ഒറ്റ ചിന്തയോടെ പ്രളയജലത്തിലേക്ക് ചാടിയിറങ്ങുന്ന മനുഷ്യരാണ് ഈ നാടിന്റെ യഥാർത്ഥ ശക്തി. ക്യാമറ കണ്ണുകൾ കാണാത്ത യഥാർത്ഥ ഹീറോകൾ.
സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകുന്ന ഏതെങ്കിലും തെരുവിൽ നടക്കുന്ന അടിപിടിയോ അനാവശ്യ തർക്കങ്ങളോ ആയിരിക്കും. എന്നാൽ അതേ സോഷ്യൽ മീഡിയ കാണാതെ പോകുന്ന, വാർത്തകൾ ഇടം പിടിക്കാത്ത നൂറുകണക്കിന് നല്ല മനുഷ്യരുടെ കഥയുണ്ട് ഇവിടുത്തെ ഓരോ തെരുവിലും. രാത്രി ഒന്നാകെ ഉറങ്ങാതെ പ്രളയജലത്തിൽ വടം കെട്ടി മനുഷ്യരെ സുരക്ഷിത സ്ഥാനങ്ങളിലെത്തിക്കുന്ന യുവാക്കൾ, സ്വന്തം വാഹനങ്ങളിൽ ഇന്ധനം നിറച്ച് കുടുങ്ങിക്കിടക്കുന്നവരെ ആശുപത്രികളിലും ക്യാമ്പുകളിലും എത്തിക്കുന്ന ഡ്രൈവർമാർ, തങ്ങളുടെ ചെറിയ അടുക്കളകളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണവും കുടിവെള്ളവും തയ്യാറാക്കി പാക്ക് ചെയ്ത് നൽകുന്ന സ്ത്രീകൾ, ദുരിതാശ്വാസ സാമഗ്രികൾ ചുമന്ന് വണ്ടികൾ കയറ്റി വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന സന്നദ്ധ പ്രവർത്തകർ, ഇവരാരും ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ റീൽസുകളായി ട്രെൻഡുകളാകാറില്ല. എന്നാൽ നിശബ്ദമായി സേവനം ചെയ്യുന്ന ഇവർ തന്നെയാണ് ഈ നാടിൻ്റെ യഥാർത്ഥ ഹീറോകൾ. ഒരു നാടിനെക്കുറിച്ച് വിധി എഴുതാൻ കുറച്ച് തമാശ ട്രോളുകൾ മാത്രം മതി എന്ന ധാരണ നമ്മൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു. ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ പ്രാദേശിക ഭാഷാ ശൈലിയും തമാശകളും കുസൃതികളും പ്രത്യേകതകളുമുണ്ട്. എന്നാൽ ഒരു ദുരന്തമോ വിപത്തോ വരുമ്പോൾ കേരളം ഒന്നാകെ കൈകോർക്കുന്നതുപോലെ കൊല്ലവും എന്നും മനുഷ്യന്റെ പക്ഷത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. സ്വന്തം ജീവൻ നോക്കാതെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഹൃദയം നിറഞ്ഞ സല്യൂട്ട്. സ്വന്തം സുരക്ഷ പോലും മറന്ന് മറ്റൊരാൾക്ക് തണലാകാൻ ഇറങ്ങിത്തിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച് തമാശ ട്രോളുകളിലൂടെ അളക്കാനാകില്ല. അവരെ അളക്കേണ്ടത് അവരുടെ ഉള്ളിലെ വിശാലമായ മനസ്സുകൊണ്ടാണ്. അതുകൊണ്ടിനി അടുത്ത തവണ കൊല്ലം എന്ന് കേൾക്കുമ്പോൾ ലേസിനെയോ ഐസ്ക്രീമിനെയോ വേണ്ടിയുള്ള തമാശ കഥകൾ മാത്രമല്ല നിങ്ങളുടെ ഓർമ്മയിൽ വരേണ്ടത്. പകരം പ്രളയജലത്തിലേക്ക് സ്വന്തം ബോട്ടുകളുമായി ജീവൻ പണയം വെച്ച് ഇറങ്ങിത്തിരിഞ്ഞ ആ മത്സ്യത്തൊഴിലാളികളെ ഓർക്കുക. അന്യന്റെ വിശപ്പകറ്റാൻ അഹോരാത്രം പണിയെടുത്ത ആ സാധാരണക്കാരെ ഓർക്കുക. പ്രളയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് സുരക്ഷിത സ്ഥാനത്തേക്ക് നടന്നു നീങ്ങിയ ആ ചെറുപ്പക്കാരെ ഓർക്കുക. കാരണം ഒരു നാടിന്റെ മഹത്വം അതിനെക്കുറിച്ച് ഇറങ്ങുന്ന തമാശകളിലല്ല, പ്രതിസന്ധികൾ വരുമ്പോൾ ആ നാടും അവിടുത്തെ മനുഷ്യരും കാണിക്കുന്ന അളവറ്റ മനുഷ്യത്വത്തിലാണ്. അതെ, അതാണ് ഞങ്ങളുടെ കൊല്ലം. ട്രോളുകൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ജില്ലയായിരിക്കും. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് മനുഷ്യരുടെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന നാട്. അതുകൊണ്ട് തന്നെ ഇന്നും തികഞ്ഞ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാം, കൊല്ലം പൊളിയാണ്.